കൊച്ചുമോളി മനോഹരമായ ഒരു ചെറിയ പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. പർവ്വതത്തിനടുത്ത് മനോഹരമായ ഒരു നദിയുടെ തീരത്താണ് അവളുടെ ചെറിയ വീട് നിർമ്മിച്ചിരുന്നത്. അവളുടെ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു അവൾ. അവർ വളരെ ധനികരല്ലെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിച്ചു. അവളുടെ വീടിന് ചുറ്റും വലിയ മരങ്ങളും മനോഹരമായ ചെടികളും ഉണ്ടായിരുന്നു. കാടുകൊണ്ട് നിർമ്മിച്ച ഒറ്റ കിടക്കകളുള്ള വീടായിരുന്നു അത്. മോളിക്ക് അവളുടെ വീട് തീരെ ഇഷ്ടമായില്ല. വീട് വളരെ ചെറുതാണെന്നും വളരെ വൃത്തിയുള്ളതല്ലെന്നും അവൾക്ക് തോന്നി. കൊച്ചുമോളിക്ക് പർവ്വതത്തോട് വലിയ ഇഷ്ടമായിരുന്നു. ചങ്കുത്തായതും അലസവുമായ പർവ്വതത്തിൽ സ്വർണ്ണ ജാലകങ്ങളുള്ള മനോഹരമായതും എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു കോട്ട ഉണ്ടായിരുന്നു. അതെ, തിളങ്ങുന്ന സ്വർണ്ണ ജാലകങ്ങൾ കാരണം പർവ്വതത്തിന്റെ മുകളിലുള്ള വീട് അവൾക്കിഷ്ടപ്പെട്ടു. ജനാലകൾ വളരെ മനോഹരമായി തിളങ്ങി. കൊച്ചുമോളി പൂർണ്ണമായും മയങ്ങിപ്പോയി. തിളങ്ങുന്ന സ്വർണ്ണ ജാലകങ്ങൾ കാരണം അവൾക്ക് ഭ്രാന്ത് പിടിക്കുകയും അവൾ തൻ്റെ വീടിനെ കൂടുതൽ വെറുക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും കൊച്ചുമോളി വളരെ മധുരമായിരുന്നു. അവളുടെ കുടുംബം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവൾ മനസ്സിലാക്കി. അതിനാൽ അവൾ നിശബ്ദമായി എല്ലാം സ്വീകരിച്ചു. അപ്പോഴും അവളുടെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൾ വേഗത്തിൽ വളർന്നു. അവൾ 12 വയസ്സ് തികഞ്ഞു. ഒരു സ്വർണ്ണ രാജകുമാരിയെപ്പോലെ വളരെ സുന്ദരിയായി കാണപ്പെട്ടു. ഒരു പഴയ മരവീട്ടിലല്ല, സ്വർണ്ണ ജാലകങ്ങളുള്ള ഒരു വീട്ടിലാണ് താൻ താമസിക്കേണ്ടതെന്ന് അവൾ വിശ്വസിച്ചു.